and welcome back to my channel. So നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഞാൻ കുറേ സ്കിൻ കെയർ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 മാസമായിട്ട് ഞാൻ സ്കിൻ കെയർ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ വെച്ച് വെച്ചിട്ടുണ്ട്. ഇനി മതി സ്കിൻ കെയർ വീഡിയോസ്, കുറച്ച് ഹെയർ കെയർ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെയർ കെയർ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. നമ്മളെ ഹെയർ ഗ്രോത്ത് ആകണതും ഹെയർ ഫോൾ സ്റ്റോപ്പ് ആകണ ഒരു ഹെയർ ഓയിൽ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഹെയർ ഫോൾ സ്റ്റോപ്പ് ആകണത് ഹെയർ ഗ്രോത്ത് ആകാനായിട്ടുള്ളത് ഒരു ഹെയർ ഓയിലിന്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഹെയർ ഓയിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഹെയർ ഓയിലിനെ കുറിച്ച് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനിതൊരു 1 മന്ത് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ എൻ്റെ ഒരു 80% എൻ്റെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1 ഇഞ്ച് എൻ്റെ ഹെയറെങ്കിലും എനിക്ക് വളർന്നിട്ടുണ്ട്. ഒത്തിരി ഒന്നും വളർന്നിട്ടില്ലെങ്കിലും ഒരു 1 to 2 ഇഞ്ച് എൻ്റെ ഹെയർ ലെങ്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇന്ന് ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പത്തൊരു ബെലൈക്കൺ കൂടി വരും. അതിനെയും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടതാണ് ഇഞ്ചി, ജിഞ്ചർ. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് ഫുള്ളൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. ഇപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആ സ്കിന്നില്ലേ ഇതെല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ ചിലവർ വിചാരിക്കും ഇഞ്ചി നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മളെ ഹെയറിൽ ഇറിറ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് നീറ്റൽ വരും. അങ്ങനൊന്നും ഇല്ല. നമ്മൾ ഇഞ്ചി അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മളെ ഹെയറിൽ നമുക്ക് അങ്ങനൊന്നും ആവാറില്ല. അതേപോലെ തന്നെ നമ്മൾ ഹെയർ ഗ്രോത്ത് ചെയ്യാനും ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാനും ഇഞ്ചി ഏറ്റവും ബെസ്റ്റാണ്. ഇനി നമുക്ക് നമ്മളെ ഇഞ്ചിനെ കഴുകിയെടുക്കാം. നമ്മൾ ഇഞ്ചിനെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു സംഭവത്തിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇഞ്ചിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡറിലിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്താലും മതി. അപ്പോൾ ഇഞ്ചിനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലെൻഡറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താലും മതി. എനിക്ക് ഇതാണ് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. സോ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടതാണ് കോക്കനട്ട് ഓയിൽ. നിങ്ങൾ ഏത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണത് അത് എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ്. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചിൻ്റെ ജ്യൂസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിൻ്റെ ജ്യൂസും കോക്കനട്ട് ഓയിലും കൂടെ നന്നായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ്സ് വരെ ഡബിൾ ബോയിലർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ്സ് വരെ ഡബിൾ ബോയിലർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒത്തിരി അങ്ങ് ചൂടൊന്നും വേണ്ട. നമ്മൾ സ്കാൽപ്പിന് ഒത്തിരി ചൂടൊന്നും നല്ലതല്ല. ലൈറ്റായിട്ടുള്ളൊരു ചൂട് മാത്രം മതി. അതേപോലെ തന്നെ നമ്മൾ ഡബിൾ ബോയിലർ ചെയ്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതേപോലെ ഒരു തിക്കായിട്ട് ഓയിലാകും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹെയർ ഓയിൽ നമ്മൾ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളെ ഹെയറിൽ ഉള്ള ടാങ്കിൾസൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹെയർ ഓയിൽ നമുക്ക് നമ്മളെ സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ജിഞ്ചർ, ഇഞ്ചി, ഇത് നമ്മളെ ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യും. നമുക്ക് ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്ത് നമുക്ക് ഹെയർ ഗ്രോത്ത് ഇത് ഇൻക്രീസ് ആക്കി തരും. ഇതിൽ മാഗ്നീഷ്യം, പൊട്ടാഷ്യം ആൻഡ് വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് നമ്മളെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഇത് നന്നായിട്ട് നറിഷ് ചെയ്ത് നമ്മളെ ഹെയർ റൂട്ട്സിനൊക്കെ ഇത് നന്നായിട്ട് സ്ട്രോങ് ആക്കും. നമുക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആക്കിയിട്ട് നമ്മളെ ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ആക്കിയിട്ട് നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇത് നന്നായിട്ട് തന്നെ നടക്കും. അതേപോലെ തന്നെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഫ്ലോ ഇത് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും നമ്മളെ ഇഞ്ചി. അതേപോലെ തന്നെ ഇതിൽ ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് നമ്മളെ ഹെയറിനെ നന്നായിട്ട് നറിഷ് ചെയ്ത് നന്നായിട്ട് ഹെൽത്തി ആക്കുകയും ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് കോക്കനട്ട് ഓയിൽ. ഇത് കോക്കനട്ട് ഓയിൽ നമ്മളെ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ നന്നായിട്ട് ഹെൽത്തി ആക്കി അത് നന്നായിട്ട് തന്നെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഹെയർ റൂട്ട്സിനെയൊക്കെ നന്നായിട്ട് തന്നെ സ്ട്രോങ് ആക്കുകയും ചെയ്യും. കോക്കനട്ട് ഓയിൽ
ലോറിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഹെയറിന് നന്നായിട്ട് തന്നെ ഒരു പ്രോട്ടീൻ കിട്ടും. അതേപോലെ തന്നെ നമ്മളെ ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഹെയർ ഫോള് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ ഹെയർ റൂട്ട്സിനെയും നമ്മളെ ലെങ്ത്തിനെയൊക്കെ ഇത് നന്നായിട്ട് സ്ട്രോങ് ആക്കും. നമ്മളെ ഹെയർ ഗ്രോത്തിന് ഇത് പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റെഡ്യൂസ് ആയി കിട്ടും. നമുക്ക് ഹെയറിൽ ബ്രേക്കേജ് ഉണ്ട്, ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് തന്നെ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഹെയർ നന്നായിട്ട് ബൂസ്റ്റ് ആകും. അതേപോലെ തന്നെ നമ്മളെ ഹെയർ നന്നായിട്ട് ഹെൽത്തി ആൻഡ് ആകും. അതേപോലെ തന്നെ നമ്മളെ ഹെയർ നന്നായിട്ട് ഗ്രോ ആകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയായിരുന്നു നമ്മളെ ഇഞ്ചിൻ്റെയും കോക്കനട്ട് ഓയിലിൻ്റെ ബെനിഫിറ്റ്സ്. ഇനി ഈ ഹെയർ ഓയിൽ നമ്മളെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 30 to 40 മിനിറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ രാത്രി അപ്ലൈ ചെയ്തിട്ട് മോർണിംഗ് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. ഷാമ്പു വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. പിന്നെ ഇത് ഈ ഓയിൽ നമ്മൾ ആഴ്ചയിൽ 1 വീക്കിൽ 3 തവണ യൂസ് ചെയ്യണം. നമ്മളിത് 2 മാസം തന്നെ യൂസ് ആണെങ്കിൽ നമുക്ക് നല്ല ഡിഫറൻസ് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ വരും. സോ ഗായ്സ്, ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ ഹെയർ ഓയിൽ വീഡിയോ. ഈ ഹെയർ ഓയിൽ 101% ഇത് വർക്ക് ആകും. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ആകും, നമ്മളെ ഹെയറിന്റെ ലെങ്ത് ഇത് ഇൻക്രീസ് കൂടെ ചെയ്യും. അപ്പോൾ ഈ ഹെയർ ഓയിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.